നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം, അതും തുടർച്ചയായി 4-ാം തവണ. പലരും നെറ്റിച്ചുളിച്ച് മാത്രം നോക്കിക്കണ്ട ആ കണക്കുകൾ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. റിപ്പോർട്ട് പുറത്തുവന്ന് ഒരാഴ്ചയ്ക്കകം കൊൽക്കത്തയിൽ മറ്റൊരു പെൺകുട്ടി കൂടി കൂട്ടബലാത്സംഗത്തിനിരയായിരിക്കുന്നു. വീണ്ടും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി. രാജ്യമൊട്ടാകെ പ്രതിഷേധമിരമ്പിയ സംഭവങ്ങൾക്ക് ശേഷവും സംസ്ഥാനം ഇന്നും സ്ത്രീകൾക്ക് സമാധാനമായി ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത നഗരം തന്നെ. അപ്പോഴും NCRBയുടെ റിപ്പോർട്ടുകളിൽ സുരക്ഷിത നഗരപ്പട്ടം കൊൽക്കത്തയ്ക്ക് സ്വന്തം. ഒക്ടോബർ 10 രാത്രി 8:30 വെസ്റ്റ് ബംഗാൾ ദുർഗാപൂരിലെ IQ സിറ്റി മെഡിക്കൽ കോളേജിലെ 2-ാം വർഷ MBBS വിദ്യാർത്ഥിനി സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയി തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി വിദ്യാർത്ഥിനിയെ കോളേജിന് സമീപത്തെ കാടുപിടിച്ച പ്രദേശത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ, കയ്യിലുണ്ടായിരുന്ന പണം തുടങ്ങിയവ കവർന്നു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. ഇത് ബംഗാളിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമ പരമ്പരകൾ ആവർത്തിക്കുകയാണ്. വീണ്ടും പലയിടങ്ങളിലായി തെരുവുകളിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാനം കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും ക്യാമ്പസുകളിലെ സുരക്ഷയുടെ കാര്യത്തിൽ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-ാം തീയതിയാണ് RG-കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത്. പതിവ് പോലെ നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ ജൂനിയർ ഡോക്ടറുടെ മരണവാർത്തയാണ് തൊട്ടടുത്ത ദിവസം ലോകമറിയുന്നത്. കൊല്ലപ്പെടും മുൻപ് യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ രക്തസ്രാവവും ശരീരത്തിൽ മുറിവുകളും ഉണ്ടായിരുന്നു. കഴുത്തിലെ എല്ലൊടിഞ്ഞ് ശ്വാസം മുട്ടിയായിരുന്നു മരണം എന്നീ വിവരങ്ങളുള്ള 4 പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാജ്യത്തെ ഒന്നടങ്കം നടുക്കി. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അത്രയും വലിയൊരു ആശുപത്രിക്കകത്ത് ഒരു ജൂനിയർ ഡോക്ടർ ഇത്തരത്തിൽ അതിക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു എന്നത് അവിശ്വസനീയമായി പലർക്കും തോന്നി. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി നടത്തിയ വൻ പ്രതിഷേധത്തിന് രാജ്യം സാക്ഷിയായി. ഈ വർഷം ജൂൺ 25-നാണ് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിൽ മനോജിത് മിശ്ര എന്ന പൂർവ്വ വിദ്യാർത്ഥിയും മറ്റു കൂട്ടുപ്രതികളും ചേർന്ന് 1-ാം വർഷ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. കോളേജിൽ നടന്ന ഒരു മീറ്റിംഗിന് ശേഷം മടങ്ങുമ്പോഴാണ് വിദ്യാർത്ഥിനിയെ പ്രതികൾ വലിച്ചിഴച്ച് ഗാർഡ് റൂമിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത്. പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇൻഹേലർ നൽകി. അതുപയോഗിച്ച് കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ ബലാത്സംഗത്തിനിരയാക്കി. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. ഇനി വിളിക്കുമ്പോൾ വരണമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രധാന പ്രതിയുടെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാലാണ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. കോളേജ് ഗാർഡ്, തൃണമൂൽ യുവജന വിഭാഗം നേതാവ് അടക്കമുള്ളവർ കേസിൽ അറസ്റ്റിലായി. വിദ്യാർത്ഥിനിയുടെ പരാതിക്ക് പിന്നാലെ മുൻപ് പല വിദ്യാർത്ഥികളോടും മനോജിത് ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു. അതിക്രമം നടത്തുന്നതിന് മുൻപ് അയാൾ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതായും വിദ്യാർത്ഥിനികൾ തുറന്നു പറഞ്ഞു. സെപ്റ്റംബർ 7 കൊൽക്കത്തയിലെ ഹരിദേവ്പൂർ. പിറന്നാൾ ആഘോഷത്തിന് വിളിച്ചു വരുത്തിയാണ് 20-കാരിയെ സുഹൃത്തുക്കൾ കൂട്ടബലാത്സംഗം ചെയ്തത്. ഭക്ഷണത്തിന് ശേഷം തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ട പെൺകുട്ടിയെ ഇരുവരും ചേർന്ന് തടഞ്ഞു വെച്ചു. മുറിയിൽ പൂട്ടിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു. 3 പേർ കേസിൽ അറസ്റ്റിലായി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി നഗരം സാക്ഷിയാകുന്നത് പൊതുസ്ഥലങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ശബ്ദമുയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ ചെലവഴിക്കുന്ന ഉറക്കമില്ലാത്ത രാത്രികൾക്കാണ്. ഇത്രയേറെ കേസുകൾക്കും പ്രതിഷേധങ്ങൾക്കും സാക്ഷിയായിട്ടും നഗരത്തിൽ ഇപ്പോഴും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകളില്ല. രാത്രി 10:30-യോടെ മെട്രോ സർവീസുകൾ പൂർണ്ണമായും നിലയ്ക്കും. രാത്രിയിൽ മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും വളരെ കുറവ്. RG-കർ മെഡിക്കൽ കോളേജ്, സൗത്ത് കൊൽക്കത്ത ലോ കോളേജ്, ഇപ്പോൾ IQ സിറ്റി മെഡിക്കൽ കോളേജ്. 1.5 വർഷക്കാലത്തിനിടയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ നീണ്ട നിര. വൈരുദ്ധ്യം നിറഞ്ഞ റാങ്കിങ്ങും സംസ്ഥാനത്ത് നിലവിലുള്ള അവസ്ഥയും നോക്കി ജനം ഒന്നടങ്കം ചോദിക്കുന്നത് ഇതാണ്: ബംഗാൾ കുറ്റവാളികളുടെ സുരക്ഷിത സംസ്ഥാനമോ?